ഹല്ലേലൂയ. ആത്മീകമായി തളർന്നിരിക്കുമ്പോൾ സഹായിപ്പാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ലേഡി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഇറ്റ് ഈസ് ഇനഫ്, എനിക്ക് മതിയായി, ഐ ഗിവ് അപ്പ്. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് ആ കാര്യമില്ല, ഐ ഗിവ് അപ്പ്, ഇറ്റ് ഈസ് ഇനഫ്, ഐ കാൻ ടേക്ക് ഇറ്റ് എനി മോർ. അന്നേരം ദൈവം ഉത്തരം പറഞ്ഞു, വെരി ഗുഡ്. ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറയുമ്പോൾ വെരി ഗുഡ് എന്ന് പറയുന്ന ഒരു ദൈവം. നിനക്ക് മതിയായെങ്കിൽ അപ്പോഴാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. When it is over with you, I will start working for you. നിനക്ക് മതിയായി വരുമ്പോൾ അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു മുങ്ങുവാൻ പോകുന്ന മനുഷ്യനെ പൊക്കാൻ എളുപ്പം അവൻ മുങ്ങാൻ തുടങ്ങുമ്പോഴല്ല, അവന്റെ കയ്യടിയും കാലടിയും ഒക്കെ അവസാനിച്ച് അവൻ ഇങ്ങനെ തളർന്നു കിടക്കുമ്പോഴാണ് അവനെ വലിക്കാൻ എളുപ്പം. ഇന്ന് രാത്രി തളർന്നു കിടക്കുന്ന ചില ജീവിതങ്ങളെ, മുങ്ങി നശിക്കാൻ പോകുന്ന ചില ജീവിതങ്ങളെ, വലിയ ബുദ്ധിമുട്ടിൽ കിടക്കുന്ന ജീവിതങ്ങളെ, തോൽവിയിൽ കിടക്കുന്ന ജീവിതങ്ങളെ, നിരാശയിൽ കിടക്കുന്ന ജീവിതങ്ങളെ സ്വർഗത്തിലെ അപ്പച്ചൻ ഉയർത്താൻ പോകുന്ന രാത്രിയാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയുടെ സമൃദ്ധി ഇന്ന് രാത്രി അനുഭവിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചൻ ഇടിയാക്കുമാറാകട്ടെ. ജീവന്റെ രാത്രിയാണ്. ഐ ആം സ്പീക്കിംഗ് ഇൻ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ പറയുകയാണ്. There are some people in the congregation who are dehydrated spiritually. Dehydrated spiritually. ആത്മാവിൽ വരണ്ടിരിക്കുന്ന അവസ്ഥ, ആത്മാവിൽ മുരടിച്ചിരിക്കുന്ന അവസ്ഥ, ഡീഹൈഡ്രേറ്റഡ് സ്പിരിച്വലി. അടുത്ത 4-5 ആഴ്ച സ്പിരിച്വൽ ഡീഹൈഡ്രേഷൻ എങ്ങനെ മാറ്റാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. God is going to speak to you in the coming weeks how your spiritual dehydration can be changed. എങ്ങനെ നിങ്ങൾക്ക് ആത്മീക വരൾച്ചയെ മാറ്റാൻ പറ്റും. Praise the Lord. Hallelujah. സഹായിക്കാനുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങി വേഗം സഹായിച്ചിരുന്നേ കുറെ കൂടെ പറയാൻ പറ്റിയില്ല. Praise the Lord. Hallelujah. ആത്മീകമായിട്ടുള്ള ഡ്രൈനെസ്സിനെ മാറ്റാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ചിലർ പറയും ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയാം, ഞാൻ എപ്പോഴും ഇംഗ്ലീഷിൽ പറയാം, എനിക്ക് എളുപ്പമാണ് ഇംഗ്ലീഷിൽ പറയാൻ. അതുകൊണ്ടാണ് ഈ വരൾച്ച എന്നൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രൈനെസ് എന്ന് അടിക്കുന്നത്. Praise the Lord. Hallelujah. Hallelujah. മലയാളം ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എഴുതാൻ അറിയാം, വായിക്കാൻ അറിയാം കഷ്ടിച്ച്. പക്ഷെ സംസാരിക്കാൻ കൂടുതലും എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഇന്ന് രാത്രി ദൈവം എന്നോട് സംസാരിക്കും എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? ഇന്ന് ദൈവം സംസാരിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ വചനം ദൈവം ശക്തമേറിയ രീതിയിൽ ചിലർക്ക് രൂപാന്തരം തരാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിന്റെ 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Genesis chapter 26 verse 15 to 18. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറുകളൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തി. Satanic attack on Christians, satanic attack on believers, satanic attack on Israelites, the satanic attack on the children of God. ദൈവ മക്കളുടെ മേൽ ഉള്ള വലിയ ശത്രുവിന്റെ അറ്റാക്ക്, ഫെലിസ്ത്യന്റെ അറ്റാക്ക്. അപ്പച്ചന്മാര് കുഴിക്കുന്ന കിണറിൽ മണ്ണിടുക. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മീക ആരാധന നടക്കേണ്ട സ്ഥലത്ത് കുഴിച്ചിരിക്കുന്ന കിണറുകൾക്കുള്ളിൽ മണ്ണിടുന്ന ഒരു ഫെലിസ്ത്യൻ. Praise the Lord. ഇവിടെ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ദൈവശക്തി പ്രാപിച്ച സമയത്തുള്ള കിണറിന്റെ ആഴം കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ഉള്ളിലോട്ട് വൃത്തികേട് നടക്കാൻ കഴിയുന്ന ഒരു ശത്രുവുണ്ട്, മണ്ണിടാൻ കഴിയുന്ന ഒരു ശത്രുവുണ്ട്. അവൻ അറിയാം മണ്ണിട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം ബുദ്ധിമുട്ടിലാകും. വെള്ളം കുടിപ്പിക്കാതിരിക്കാൻ ശത്രു ശ്രമിക്കും, പാട്ട് പാടിക്കാതിരിക്കാൻ ശത്രു ശ്രമിക്കും, ആരാധനയ്ക്ക് വരാതിരിക്കാൻ ശത്രു ശ്രമിക്കും. ആരാധനയ്ക്ക് വന്ന് ആദ്യം കൈകൊട്ടി പാടി ആരാധിക്കും, ആത്മശക്തി കിട്ടും. ഹല്ലേലൂയ. ആരാധനയ്ക്ക് എതിരായിട്ട് പോരാടുന്ന ദുഷ്ടപ്പോരുകളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എന്തുകൊണ്ടെന്ന് അന്ത്യകാലത്ത് സഭായോഗങ്ങളെ ത്യജിക്കുന്ന അനേക ജീവിതങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. ഉപേക്ഷയായി വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ടാകാൻ പോകുകയാണ്. അത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അവൻ ആ വെല്ലിനെ, ആ കുഴിച്ചിരിക്കുന്ന കിണറുകളെ മണ്ണിട്ട് മൂടും. Praise the Lord. ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും പള്ളികളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആർക്കും ഞായറാഴ്ച പോകേണ്ട കാര്യമില്ല. ഡിസ്കോകളും ബാറുകളും മുഴുവൻ നിറയുമ്പോൾ ആരാധന കേന്ദ്രങ്ങൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
പിശാച് മണ്ണിട്ട് കിണറുകളെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള അനേക CNI ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ സഭകൾ, പള്ളികൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേര് പ്രാർത്ഥിക്കും? ആരാധന ആലയങ്ങൾക്കെതിരായി, ആരാധനകൾക്കെതിരായി, ദൈവസഭയുടെ സമൃദ്ധിക്കെതിരായി, ദൈവത്തിന്റെ ശക്തിക്കെതിരായി, വലിയ ഉറവുകൾക്കെതിരായി, കിണറുകൾക്കെതിരായി ശത്രു എറിയുന്ന മണ്ണുകളെ തെറിപ്പിക്കത്തക്കവണ്ണം ദൈവശക്തി ഇന്ന് പകൽ ഒഴുകുമാറാകട്ടെ. അബ്രഹാമിന് കൊടുത്ത കിണർ ആരറ്റാക്ക് ചെയ്തു? ഫെലിസ്തീർ അറ്റാക്ക് ചെയ്തു. ഇന്ന് രാവിലെ കാവുമ്പാൻ ദൈവസഭയിൽ ഇതാണ് ഞാൻ പ്രസംഗിച്ചത്. അപ്പൻ കുഴിച്ചിരിക്കുന്ന കിണറിനകത്ത് മണ്ണിടാൻ പിശാച് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടി. നിങ്ങളുടെ മക്കളിൽ ആത്മീക നിറവ് വരാതിരിക്കുവാൻ, നിങ്ങളുടെ മക്കളിൽ ദൈവകൃപ വ്യാപരിക്കാതിരിക്കുവാൻ, നിങ്ങളുടെ തലമുറകൾ നശിച്ചു പോകുവാൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ട പോര, ഫെലിസ്ത്യന്റെ പോരുണ്ട്. മറക്കരുത്. അത് യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാണ്. അങ്ങനെ ജയം വേണമെങ്കിൽ നിങ്ങൾ ആരാധനയ്ക്ക് ഒരുപടി മുമ്പോട്ട് വരണം. ശക്തിയോടെ ആരാധിക്കണം. മിണ്ടാതിരിക്കരുത്. ആത്മശക്തി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. അബ്രഹാം ഒരു കിണർ കുഴിച്ചു, യാക്കോബ് ഒരു കിണർ കുഴിച്ചു. ഇനിയും ഇസഹാക്കിന് കുഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇസഹാക്ക് എന്ത് ചെയ്താൽ മതി? അടുത്ത വാക്യം തുടർന്ന് വായിച്ചു. ഉണ്ട് പറഞ്ഞു. ആ ആ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. ഇന്ന് രാത്രി എത്ര ഇസഹാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും? അബ്രഹാം കുഴിച്ചതിനെയും യാക്കോബ് കുഴിച്ചതിനെയും ഇന്ന് രാത്രി വീണ്ടും കുഴിക്കുവാൻ. നിങ്ങൾക്ക് പുതിയ കിണർ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. കിണറിനകത്തെ മണ്ണ് മാറ്റിയാൽ മതി. വെള്ളം വരാൻ പോകുകയാണ്. പണ്ട് ധാരാളമായി നീരുറവ് വന്നിരുന്ന ഒരു കിണറിന്റെ ഉള്ളിൽ ഫെലിസ്ത്യർ വന്ന് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. വചനം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർവസ്റ്റിലൂടെ, പവർ വിഷനിലൂടെ, യൂട്യൂബിൽ കൂടെ കേൾക്കുമ്പോൾ നിങ്ങളുടെ സഭകളുടെ ഉള്ളിൽ മൂടിക്കിടക്കുന്ന കിണറുകളെ, പിതാക്കന്മാരിട്ടിരിക്കുന്ന കിണറുകളെ, അതിനെ ഇന്ന് കുഴിക്കുവാൻ, വീണ്ടും കുഴിക്കുവാൻ, പ്രാർത്ഥനയോടെ കുഴിക്കുവാൻ, ആത്മനിറവോടെ കുഴിക്കുവാൻ, ദൈവശക്തിയുടെ സമൃദ്ധി കണ്ടെത്തുവാൻ ദൈവം നിങ്ങൾക്ക് അഭിഷേകം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇസഹാക്ക് രണ്ടാമതും അബ്രഹാമിന്റെ കിണറുകളെ കുഴിച്ചു. ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. digging back the well that your father made it for you. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ദർശനം കൊടുത്തു. അബ്രഹാമിന് കൊടുത്ത ദർശനത്തെക്കാട്ടിലും കൂടിയൊരു ദർശനം ഇസഹാക്ക് ഏറ്റെടുക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇസഹാക്ക് അബ്രഹാമിന്റെ എല്ലാ ഉറവകളെയും അവൻ കുഴിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫെലിസ്ത്യരുടെ യുദ്ധം മുഴുവൻ ഈ ഉറവയോടായിരുന്നു. ഫെലിസ്ത്യർ നീങ്ങി പോകാൻ പറയുന്നതും അവർക്ക് ഈ ഉറവ വേണം. ഇന്ന് ഓയിലിന് വേണ്ടി യുദ്ധം അടിക്കുന്ന പോലെ വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. ആത്മീക ഗോളത്തിൽ ആത്മനിറവിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് സാധാരണ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുമ്പം ആദ്യം ഓഫ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ശത്രുക്കൾ ചെയ്യുന്ന പരിപാടി എന്താണ്? കറണ്ട് അങ്ങൂരും. കള്ളം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഫ്യൂസ് ഊരിയിട്ട് കയറും. പണ്ട് കേൾക്കാറില്ലേ, ഫ്യൂസ് ഊരിയിട്ട് അവിടെ കയറിയെന്ന്. അപ്പൊ ആദ്യം ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ, സ്വോത്രം പോയി കഴിഞ്ഞാൽ, അന്യഭാഷ പോയി കഴിഞ്ഞാൽ, കയ്യടി പോയി കഴിഞ്ഞാൽ പെതുക്കെ പിന്നെ കള്ളന് കയറാൻ പറ്റുമെന്നറിയാം. നിന്റെ ഫ്യൂസ് ഊരുന്നതിന് മുമ്പേ കൈയടിച്ച് ആരാധിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഫ്യൂസ് ഊരി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂസ് തിരിച്ചിടാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. The devil attacks you, and before he attacks you, he takes away your energy, your power supply, the link between God and you. നീയും ദൈവവും തമ്മിലുള്ള ആ കണക്ഷനെ പിശാച് കട്ട് ചെയ്യും. ശ്രദ്ധിച്ചു കേട്ടോണം. ഇന്ന് രാത്രി ആ കണക്ഷൻ പുതുക്കാൻ ഹല്ലേലൂയ ദൈവം കൃപ തരുമാറാകട്ടെ. ചിലർ കൊണ്ടു നടക്കുന്ന ഇൻവെർട്ടർ ബാറ്ററിയാണ്. അവർക്ക് ഡെയിലി സപ്ലൈ ഇല്ല. അവർ ഞായറാഴ്ച വന്ന് ഈ ബാറ്ററി അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച വന്നിട്ട് പിന്നെ സപ്ലൈ അടിച്ചുകൊണ്ട് പോകും. ഇൻവെർട്ടർ സിസ്റ്റത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സഭയിലല്ല, നിങ്ങളൊക്കെ ഡെയിലി ചാർജ് ചെയ്യുന്നവരാണ്.
ഞാൻ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ ഞായറാഴ്ച വന്ന് ചാർജ് ചെയ്യും. 2 ആരാധന മുടങ്ങി കഴിഞ്ഞാൽ ചാർജ് പോയി. പിന്നെ മൊബൈൽ വർക്ക് ചെയ്യില്ല. പിന്നെ സ്തോത്രം ഇല്ല, ഹല്ലേലൂയ ഇല്ല, ഗ്ലോറി ഇല്ല, ഒന്നുമില്ല. ഈ ഇൻവെർട്ടർ സിസ്റ്റത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിന് പെട്ടെന്ന് ക്ലാവ് പിടിക്കും. ക്ലാവ് പിടിച്ചു കഴിഞ്ഞാൽ ചാർജ് കയറുകയില്ല, ചാർജ് ഇറങ്ങുകയില്ല. പിന്നെ പി 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 അടിച്ചുകൊണ്ടിരിക്കും. ചില പി പി അടിക്കുന്ന നമുക്കറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് പി പി അടിക്കുന്നത്. അത് ഓഫ് ചെയ്യാനായിട്ട് ഓടി വരണം പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. റെഗുലറായിട്ട് ദൈവവുമായി സപ്ലൈ കണക്ട് ചെയ്ത് നിത്യജീവന്റെ പങ്കാളികളായി, ആത്മനിറവിന്റെ പങ്കാളിയായി തീരുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഒരു ഇൻവെർട്ടർ സിസ്റ്റം അല്ല നീ ദൈവം ആഗ്രഹിക്കുന്നത്. മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പൽ പോലെ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ചില ജീവിതങ്ങളെ നമ്മുടെ സഭയുടെ മധ്യേ ദൈവം ഉയർത്തുമാറാകട്ടെ. വലിയൊരു അഭിഷേകം വരാൻ പോകുകയാണ്. വലിയൊരു കൊടുങ്കാറ്റ് അടിക്കാൻ പോകുകയാണ്. വലിയൊരു ഉണർവ് വരാൻ പോകുകയാണ്. പിന്മഴയും മുൻമഴയും ദൈവം അയക്കാൻ പോകുകയാണ്. ഒരുങ്ങിയാൽ മതി, തയ്യാറെടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശക്തിയുള്ള വചനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിറയ്ക്കാൻ പോകുന്ന വചനങ്ങൾ, ജീവൻ പകരുന്ന വചനങ്ങൾ ഇന്ന് വീണ്ടും കേൾക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഞാൻ വിഷയം മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ന്റെ 25-30. ജെനസിസ് 21 വേഴ്സ് 25 and 30. അബിമലേക്കിന്റെ ദാസന്മാർ അപഹരിച്ച കിണർ, പിശാച് തട്ടിയെടുത്ത കിണർ, പിശാച് കൊണ്ടുപോയ കൃപകൾ, കൃപാവരങ്ങൾ. പണ്ട് നീ വളരെ ആത്മാർത്ഥമായി ആരാധനയിൽ മുൻപന്തിയിലായിരുന്നു, പിശാച് അത് തട്ടിയെടുത്തിരിക്കുകയായിരുന്നു. പണ്ട് പ്രാർത്ഥനയിൽ മുൻപന്തിയിലായിരുന്നു, പണ്ട് ഉപവാസത്തിൽ മുൻപന്തിയിലായിരുന്നു, പണ്ട് വചന ധ്യാനത്തിൽ മുൻപന്തിയിലായിരുന്നു, ദൈവകൃപയിൽ മുൻപന്തിയിലായിരുന്നു. ഇപ്പൊ അബിമലേക്ക് ആ കിണർ തട്ടിയെടുത്തിരിക്കുകയാണ്. നിന്റെ ഉറവകളുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുകയാണ്. അവസാനത്തെ ഒരു ടാപ്പിൽ നിന്ന് വരുന്ന ചെറിയ വെള്ളം കൊണ്ടാണ് നീ ഇപ്പൊ ജീവിക്കുന്നത്. പല ഉറവകൾ ഉണ്ടായിരുന്ന സഹോദരിയായിരുന്നു, പല നിറവുകൾ ഉണ്ടായിരുന്ന ദൈവദാസനായിരുന്നു. ഓരോ നിറവിന്റെ പുറത്തും അബിമലേക്ക് അതിന്റെ പുറത്ത് തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് ഒരു ആത്മബോധമുണ്ട്, ആ ഉറവിന്റെ ആവശ്യമുണ്ട്. എത്ര പേർക്ക് പിശാച് തട്ടിയെടുത്ത ഉറവ് മടങ്ങി വേണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്? പിശാച് നിന്റെ ഉറവെ അടക്കാൻ നോക്കുമ്പോൾ ദൈവശക്തിയുടെ വ്യാപാരത്താൽ അത് നേടിയെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം കൃപ തരുമാറാകട്ടെ. അബ്രഹാം ഫൽസിച്ചു. ഒന്ന് ഫൽസിക്കുക. നിന്റെ വീടിന്റെ ഉള്ളിന്റെ ഉറവിലുള്ള ഉറവ കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യേശുവിന്റെ നാമത്തിൽ, പിശാചേ നിനക്ക് അതിന്റെ മേൽ അവകാശമില്ല, തട്ടിയെടുക്കാൻ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. അബ്രഹാം ഫൽസിച്ചു. Rebuking in the name of Jesus for the things that has been stolen from your life, the spiritual experiences that the devil has destroyed. Rebuke him. നമ്മൾ മുമ്പേ കേട്ടല്ലോ, ഫൽസിച്ചാൽ മതി. അത് ഫൽസിച്ചു കഴിയുമ്പോൾ അവൻ വിട്ടുപോകും. അബ്രഹാം ഫൽസിച്ചു. അടുത്ത വാക്യം 30-ാം വാക്യം. ഞാൻ ഈ കിണർ കുഴിച്ചു എന്നതിന്റെ സാക്ഷിയായി, ചെറിയ സംഭവമല്ല, കുഴിച്ച കിണറിന് എന്ത് വേണം? സാക്ഷിപത്രം വേണം. എത്ര പേര് അത്രമാത്രം ആത്മാർത്ഥതയോടെ നിങ്ങളുടെ കിണർ സൂക്ഷിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്നെങ്കിലും പിശാച് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ആട് കരയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ കിണറിന്റെ മേൽ മുദ്രയിട്ടുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഉറവകളെ സൂക്ഷിക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ സൂക്ഷിക്കുവാൻ, ദൈവം തന്നിരിക്കുന്ന അനുഭവങ്ങളെ സൂക്ഷിക്കുവാൻ, അതിന്റെ പുറത്തൊരു സാക്ഷി വെക്കുവാൻ, കീപ് എ വിറ്റ്നസ്, അതിനൊരു സാക്ഷി വെക്കണം. ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് പട്ടണത്തിൽ ലാൻഡ് ചെയ്താലും ഞാൻ ദൈവ പൈതലാന്ന് ആദ്യമേ വിളിച്ചങ്ങ് പറയും. പിന്നെ തോന്നിവാസത്തിന് പോകാൻ പറ്റുമോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തൊട്ട് വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്, ബോൺ അഗൈൻ വിളിച്ചങ്ങ് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് നമ്മളെ പിടിക്കാൻ പറ്റുമോ? അതാണ് ഈ സാക്ഷി മുദ്രം, ഉറവ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. സാധാരണ വിശ്വാസിയാണ്, ആരും പറയില്ല, അവർ കണ്ടുപിടിച്ചോട്ടെ ഞാൻ വിശ്വാസിയാണ്. അപ്പോഴേ വേറെ പിശാച് കണ്ടുപിടിച്ച് നിന്നെ ഇതുവഴി കൊണ്ടുപോകും. പിശാച് ഭയങ്കര സൂത്രക്കാരനാ. നീ ദൈവത്തിന്റെ പൈതലാണെന്ന് ഉറക്ക നീ വാഗൊണ്ട് നീ സാക്ഷിക്കുമ്പോൾ നിന്റെ രക്ഷയെ നീ മുദ്രയിട്ട് സൂക്ഷിക്കുകയാണ്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിന്റെ ഉറവകളെ സൂക്ഷിക്കണമോ? നീ വാഗൊണ്ട് ഏറ്റുപറയണം. Declare the Lord wherever you are.
നീ ആയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത്, നീ താമസിക്കുന്ന ഏരിയയിൽ ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരുമാറാകട്ടെ. ഒളിച്ചും പാത്തു നിൽക്കുന്ന അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണം. ഹല്ലേലൂയ. ഉണർവോടെ ദൈവത്തെ സാക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. Have the habit of digging a well and keeping it safely for generations, so that the people will be blessed from the well. എപ്പോഴും ഉറവകളും കിണറുകളും സൂക്ഷിക്കുവാൻ, ആത്മനിറവിന്റെ സമൃദ്ധിയിൽ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്കെല്ലാം കൃപ തരുമാറാകട്ടെ. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീർച്ചാലുകളല്ല, വലിയൊരു ജീവജലത്തിന്റെ നദിയെ ഇന്ന് രാത്രി ഒഴുക്കുവാൻ കഴിയുന്ന ദൈവ ശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സമൃദ്ധിയായി കുടിക്കുവാൻ ദൈവത്തിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ദൈവം നിന്റെ മേൽ അയക്കുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 27 വാക്യം വായിക്കാം. Exodus chapter 15 verse 27. പുറപ്പാട് 15:27. പിന്നെ അവർ എലീമിലെത്തി. അവിടെ 12 നീരുറവയും 70 ഈന്തപ്പനയും ഉണ്ടായിരുന്നു. അവരവിടെ പ്രൈസ് ദി ലോർഡ്. ഒരു മാറ കഴിഞ്ഞുടനെ, മാറയെ കുറിച്ച് ഞാൻ പറയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ വ്യാഴാഴ്ച ചെറുതായിട്ടൊന്ന് കേട്ടു 11-ാം അധ്യായം. അത് പ്രിപ്പയർ ചെയ്തിരിപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല, പിന്നെ നമുക്ക് കേൾക്കാം. ഇന്ന് മാറാടെ ദിവസമല്ല. മാറ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്? ഒരു എലിയുമുണ്ട്. ഒരു പിരിവിറുപ്പ് കഴിഞ്ഞ്, കരികരിപ്പ് കഴിഞ്ഞ്, ഒരു കയ്പ് കഴിഞ്ഞ്. മാറാന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർനെസ്. ആഫ്റ്റർ ദ ബിറ്റർനെസ് there is a sweetness that is prepared for you. After the bitterness of your life, നിന്റെ ജീവിതത്തിന്റെ കയ്പ് കഴിയുമ്പോൾ സ്വർഗം നിനക്ക് 12 സ്പ്രിങ്സിനെ ഒരുക്കിയിട്ടുണ്ട്. 12 ഉറവകളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഇവിടെ പനി പിടിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? പനി പിടിച്ചവർ മാത്രം കൈ പൊക്കിക്കുക. പനി എപ്പോഴെങ്കിലും ജീവിതത്തിൽ പനി പിടിച്ചിട്ടുള്ള, ഫീവർ ഉണ്ടായ എല്ലാവർക്കും ഉണ്ട്. ഈ പനി പിടിക്കുമ്പോൾ തിന്നുന്നതൊക്കെ കഴിക്കാറില്ലേ? ഉണ്ട്. വീട്ടുകാർ മുഴുവൻ സന്തോഷത്തോടെ കഴിക്കുമ്പം പനിയുള്ളവൻ എന്തായിരിക്കും? വിഷയത്തിന്റെ കുഴപ്പമാണോ? വചനത്തിന്റെ കുഴപ്പമാണോ? വിളമ്പിയ സോറിന്റെ കുഴപ്പമാണോ? കറിയുടെ കുഴപ്പമാണോ? അല്ല, അവന് പനിയുണ്ടെന്നുള്ളതാണ്. അവന്റെ പനി മാറുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല ടേസ്റ്റി ആകും. ഇപ്പം നിനക്ക് കഴിക്കുന്നതൊക്കെ ടേസ്റ്റി ആകണമെങ്കിൽ പനി മാറിയാൽ മതി. ഇന്ന് രാത്രി പനിയോടെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ പനി മാറിക്കഴിയുമ്പോൾ ഈ വചനമൊക്കെ നിനക്ക് രുചിയായി വരാൻ പോകുകയാണ്. ദൈവകൃപയുടെ സമൃദ്ധി നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുകയാണ്. പലപ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ പനിയുള്ളവൻ അത് കയ്പായിട്ട് തോന്നും. It will be tasting bitter, but God will make it sweet. ദൈവം അതിനെ മധുരമാക്കും. ഇന്നത്തെ എൻ്റെ വിഷയം മധുരം എന്നുള്ളതാണ്, ഉറവ എന്നുള്ളതാണ്. അതിൽ തന്നെ ഞാൻ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. വീടിന്റെ ഉള്ളിൽ ആരെങ്കിലും കരി വാരി തേക്കുകയോ പെൻസിൽ വെച്ച് എഴുതുകയോ ചെയ്യാറുണ്ടോ? പക്ഷെ ചിലർ ചെയ്യാറുണ്ട്. ആരാ ചെയ്യുന്നത്? കുഞ്ഞുങ്ങൾ. അപ്പൊ സഭയുടെ ഉള്ളിൽ കരി വാരി തീർക്കുകയോ പെൻസിൽ വെച്ച് എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ കുഞ്ഞുങ്ങളാണെന്ന് ചിന്തിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രായമുള്ളവരാരും കരി വാരി തേക്കുകയോ പെൻസിൽ വെച്ച് എഴുതുകയോ ചെയ്യില്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ കരി വാരി തേക്കുകയോ പെൻസിൽ വെച്ച് എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? കുഞ്ഞുങ്ങളാണ്, ശിശുവാണ്. അങ്ങനെ കരി കണ്ടാൽ എന്ത് ചെയ്യണം? 10 പേരെ വിളിച്ചു കൂട്ടി കരി ഫ്രെയിം ചെയ്യണോ? വേഗം അത് വൃത്തിയാക്കണം. അപ്പനും അമ്മയും എന്ത് പറയും? ഇനി മേല കുഞ്ഞെ നീ ഇവിടെ വരയ്ക്കരുതേ എന്ന് പറയും. വരയ്ക്കുന്ന കുഞ്ഞിനെ ഇറക്കി വിടുവോ? ചില സ്ഥലത്ത് വരയ്ക്കുന്ന കുഞ്ഞിനെ അങ്ങ് ഇറക്കി വിടും. ഇവിടെ വരയ്ക്കാൻ പറ്റിയ സ്ഥലമല്ല, ഇത് ഭയങ്കര വിശുദ്ധന്മാരുടെ സ്ഥലമാണ്. നീ വരയ്ക്കാൻ തുടങ്ങിയോ, നീ പൊക്കോ, നീ വേറെ എവിടെയെങ്കിലും വര പഠിച്ചു വന്നാൽ മതി. അക്ഷരാഭ്യാസം പൂർത്തീകരിച്ച് ഇങ്ങോട്ട് കയറ്റുള്ളൂ. അങ്ങനെ ഇവിടെ പ്രശ്നമില്ല. ഉണ്ടോ? ഇവിടെ വരയ്ക്കാൻ പഠിക്കുന്നവരൊക്കെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വര പഠിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരയ്ക്കുന്ന കുഞ്ഞിനെ ഇറക്കി വിടാതെ വരയ്ക്കുന്ന കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി വചനത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി സമൃദ്ധിയുടെ രാത്രിയാണ്. ഇന്ന് രാത്രി നിറവിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവകൃപയുടെ രാത്രിയാണ്. എന്തുകൊണ്ടെന്നാൽ കൊല്ലത്തുനിന്ന് ആഗ്രഹിച്ച് ഇവിടെ ആളെത്തിയിട്ടുണ്ട്. അപ്പൊ ദൈവം സാധാരണ വചനമൊന്നും കൊടുക്കില്ല, നല്ല ഗംഭീര വചനം തന്നെ കൊടുക്കും. ദൈവം കൊടുക്കുന്ന എല്ലാ വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഈ അബ്രഹാം ഇസഹാക്ക് 26:18 വായിച്ചു കഴിഞ്ഞാൽ ഇസഹാക്ക് അവിടെ ഉൽപ്പത്തി 26:18 വായിച്ചു കഴിഞ്ഞാൽ ഇസഹാക്ക് അവിടെ കുഴിച്ച ശേഷം ആ കിണറുകൾക്കൊക്കെ അബ്രഹാം ഇട്ടിരുന്ന അതേ പേരിട്ടു. എന്താണ്? അതേ പേരിട്ടു. പഴയ കിണറിന് പുതിയ പേരിടുന്ന പരിപാടിയില്ല. ചില ആൾക്കാരുണ്ട് ഗവൺമെന്റിൽ, പ്രത്യേകിച്ച് പഴയ പ്രോഗ്രാമൊക്കെ പുതിയ പേരിട്ടിട്ട് ഇറക്കും. പഴയ ഗവൺമെന്റ് ഇറക്കിയ പ്രോഗ്രാമാണ്, പക്ഷെ പേര് മാത്രം മാറ്റും. നമ്മൾ പേര് മാറ്റത്തില്ല, പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യും. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ്. അതിന്റെ പുറത്ത് പേര് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പേര് മാറുന്നത് കൊണ്ട് വേറെ സംഭവം മാറുമോ? പുതിയ പേരുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കൺവെൻഷനൊക്കെ പുതിയ പേരുകളാണ്. പേര് കണ്ടുപിടിക്കുന്നതുകൊണ്ട് കൺവെൻഷൻ ആത്മനിറവ് ഉണ്ടാവുമോ? പേര് മാറ്റുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. പേര് മാറ്റേണ്ട, അതിന്റെ ഉള്ളിലുള്ള നിറവ് മാറ്റിയാൽ മതി. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷ മഹായോഗം എന്നുള്ള അതേ പേരിൽ തന്നെ അതേ അഭിഷക്ത യോഗം നടത്തുവാൻ, കാത്തിരിപ്പ് യോഗം എന്നുള്ള അതേ പേരിൽ തന്നെ അഭിഷേകം പ്രാപിക്കാൻ സാധിക്കും. അതുകൊണ്ട് പേര് മാറ്റി പുതിയ പേര് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പഴയ പേരിൽ തന്നെ ശക്തി ഒഴുകും. ആ വിഷയം ഒന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. മാറാ കഴിഞ്ഞാൽ എന്തുണ്ട്? എലീം ഉണ്ട്. പുറപ്പാട് 15:27. വാട്ട് ഈസ് എലീം? എന്താണ് എലീം? 12 ഉറവ. ഹല്ലേലൂയ. ഈ 12 ഉറവ കുഴിച്ചതാണോ? ഹലോ, കുഴിച്ചതാണോ? തന്നെ ചാടുന്നതാണ്. അപ്പൊ ദൈവമക്കൾ കുഴിക്കുന്ന കിണർ കൂടാതെ ദൈവമക്കൾക്ക് ഇങ്ങനെ എലീം എന്ന് പറഞ്ഞ സാധനം കൂടെ ഉണ്ട്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കയ്യടി കാണുമ്പോഴേ എനിക്കറിയാം മനസ്സിലായിട്ടില്ല. അബ്രഹാമും ഇസഹാക്കും കുഴിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് കഴിഞ്ഞ് വായിച്ചു. ആർക്ക് വേണ്ടിയിട്ടാ വെള്ളം കുടിച്ചത്? ആരായിരുന്നു? ആടുകളും മാടുകളും ജോലിക്കാരും ദാസന്മാരും കുടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ കിണർ കുഴിച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടിയിട്ടാണ്. ദൈവസഭയെ ദൈവം നിർത്തിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? തൃശ്ശൂർക്കാർക്ക് വേണ്ടിയും തിരുവല്ലക്കാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. നിനക്ക് വേണ്ടി ദൈവം എന്താ വെച്ചിരിക്കുന്നത്? നീരുറവകളെയാണ്. എലീം, എലീം. നീ കുഴിക്കാത്ത ചില ഉറവകൾ, നിന്റെ ഉള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ചില ഉറവകൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ശക്തമേറിയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കിണർ മൂടരുത്. അത് പബ്ലിക്കാണ്. അനേകർക്ക് കുടിക്കാനുള്ളതാണ്, അനേകർക്ക് ആശ്വാസത്തിനുള്ളതാണ്, ഫോർ സ്പിരിച്വൽ റീഹൈഡ്രേഷൻ. വരണ്ടിരിക്കുന്ന അനേകർക്ക് വളർച്ചയെ മാറ്റുന്നതാണ്. പക്ഷെ നിനക്ക് ആവശ്യം എന്താണ്? എലീം ആണ്. എലീം ആണ് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു നീരുറവ. എനിക്ക് 2018 ഒരേ പ്രാർത്ഥനയുള്ളൂ. ദൈവമേ, എന്റെ ഉറവകളെ നീ ഒന്ന് വർദ്ധിപ്പിക്കുമാറാകണമേ. എന്റെ ഉറവയുടെ എണ്ണത്തെ ഒന്ന് വർദ്ധിപ്പിക്കുമാറാകണമേ. എന്റെ ഉറവയുടെ ഒഴുക്കിനെ ഒന്ന് വർദ്ധിക്കുമാറാക്കണമേ. എന്റെ ഉറവയുടെ ശക്തി നീ ഒന്ന് വർദ്ധിക്കുമാറാകണമേ. ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ച അങ്ങിടയാക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഉറവയുള്ള ശ്രേഷ്ഠ ദാസന്മാരെ തൃശ്ശൂർ ദൈവസഭയിൽ ദൈവം ഉയർത്തുമാറാകട്ടെ. ഒരിക്കലും അടച്ചുകൂടാൻ വയ്യാത്ത രീതിയിൽ പൊങ്ങി വരുന്ന നീരുറവകൾ, ഒരിക്കലും കെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ പൊങ്ങി വരുന്ന നീരുറവ. മാറാ തൽക്കാലം മാത്രമേ ഉള്ളൂ. നിന്റെ കയ്പ് മാറാറായി, നിന്റെ മാറാറായി. എലീം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉറവയുടെ സമയം കാത്തിരിക്കുകയാണ്. അത് തുറക്കാൻ പോകുകയാണ്. അത് പ്രാപിക്കാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇനിയും ആണ് എൻ്റെ ഫേവററ്റ് വാക്ക്. ഇത് ഞാൻ വായിച്ചപ്പോൾ ദൈവമേ എനിക്കിതങ്ങ് തരണമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ എത്ര പേര് പറയും? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം. ഡ്യൂട്രോണമി 6:11. നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തീർന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന വീട്, പനമുക്കിലെ വീട്, ഞാൻ പണിത വീടല്ല. ഞാൻ എല്ലാം ഒന്ന് മോഡിഫൈ ചെയ്യും, പക്ഷെ പണിയാറില്ല. അത് പണിത ആള് താമസിച്ചിട്ടുമില്ല. പണിതേച്ച് ലാസ്റ്റ് ബാത്റൂം ആയപ്പോഴത്തേക്ക് പുള്ളി വിൽക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനിൽ
സ്വർഗം പണിയിപ്പിച്ച് കൈ തരികയായിരുന്നു. അത് ഞാൻ മോഡിഫൈ ചെയ്തു, അത് വേറെ വിഷയം. എനിക്ക് വീട് പണിതുകൊണ്ട് നടക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, സുവിശേഷത്തിന് വേണ്ടി സമയമുള്ളതുകൊണ്ട് പണിയിക്കാൻ ദൈവം വേറെ ആൾക്കാരെ നോക്കും. നിനക്ക് പണിയാനേ സമയമുള്ളെങ്കിൽ നീ വീട് പണിതുകൊണ്ട് നടന്നോ, സുവിശേഷത്തിന് നിന്നെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ സ്ഥാപനവും ഈ ബിൽഡിങ്ങും ഇത് മോഡിഫൈ ചെയ്ത് ഇതിന്റെ മുകളിലോട്ട് പണിതു. പക്ഷെ ഇതിന്റെ അടിയിലോട്ട് ഇത്രമാത്രം 8-10 മാസം 2-3 വർഷം പണിത് ഡ്രില്ലിങ്ങും ബിൽഡിങ്ങും ചെയ്ത് വേറൊരാളിങ്ങോട്ട് തന്നു. ഫൗണ്ടേഷൻ 6 നില വരെ ഇടത്തക്കവണ്ണം സകല കാര്യങ്ങളും പണിതേച്ചാണ് സാധനം എൻ്റെ കയ്യിൽ തരുന്നത്. എനിക്കറിയാം ഡ്രില്ലിങ്ങിനും ബിൽഡിങ്ങിനും ഒന്നും എനിക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് പണിതതിനെ കൈ തരും, ഒരുക്കി തരും. തോട്ടങ്ങൾ ഒരുക്കി തരും, വീടുകൾ ഒരുക്കി തരും, മുറികൾ ഒരുക്കി തരും. അങ്ങനെ ഒരുങ്ങി തരുന്നത് മാത്രം എടുക്കുവാൻ റെഡിയായിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുമ്പേ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടെ ദൈവം നിനക്ക് സകലതും തരും. നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടുന്നത് കൊണ്ടാണ് എല്ലാം ഒരുക്കേണ്ടത് വരുന്നത്, ഒന്നേന്നെ ഒരുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മനിറവോടെ ദൈവശക്തിയോടെ നീ ഞങ്ങളെ പറഞ്ഞയക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നസ്രാനി യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും ഞങ്ങൾ കൽപ്പിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ കടന്നു പോകുവാൻ കർത്താവെ അവർക്ക് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. ക്ഷീണിച്ച് തളർന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ക്ഷീണത്തെ അങ്ങ് മാറ്റുമാറാകണമേ. കർത്താവെ, ദുഃഖത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, കയ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മാറായുടെ അനുഭവത്തിൽ ആരെങ്കിലും ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാറായെ മാറ്റി എലീമിനെ കൊടുക്കുന്ന ദിവസമാക്കി അങ്ങ് തീർക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. 12 ഉറവകൾ, 12 നീരുറവകൾ കുടുംബത്തിന്റെ മധ്യത്തിൽ, ജീവിതത്തിന്റെ മധ്യത്തിൽ അങ്ങ് ഒരുക്കുന്നത് കണ്ട് സന്തോഷിപ്പാൻ അപ്പച്ചാ കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. മാറായെ മധുരമാക്കുന്ന അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനങ്ങൾക്കായി ഞങ്ങൾ വീണ്ടും നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്, ഞങ്ങളുടെ മേൽ അങ്ങയുടെ നന്മ അയച്ചാട്ട്, ജീവനും ബലവും അയച്ചാട്ട്, അന്ത്യകാലത്ത് ശുശ്രൂഷിക്കുവാൻ, നന്മയുടെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യുമാറാൻ പ്രാർത്ഥിക്കുന്നു. നസ്രാനി യേശുവിന്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും അനുഗ്രഹവും ഞങ്ങൾ അവകാശം പറഞ്ഞെടുക്കുകയാണ്. വചനം കേട്ട എല്ലാവരെയും അങ്ങ് സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടിരിക്കാൻ നന്ദി, ഉത്തരം അയച്ചിരിക്കാൻ നന്ദി. സകല മാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ.